ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതൊരു നാടൻ വട്ടയപ്പമാണ്. ശർക്കര ചേർത്തത് കൊണ്ടാണ് ഇതിന് ഈ കളർ വന്നത്. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ദോശമാവ് കൊണ്ടാണ് ഈ വട്ടയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്കൂത്ത് സോപ്പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ദോശമാവ് വട്ടയപ്പത്തിൻ്റെ ചേരുവകളും ഇത് ഉണ്ടാക്കുന്നതും കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് ദോശമാവ് 2 കപ്പ് ദോശമാവാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന്. ദോശമാവ് ഉണ്ടാക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അരി ഉഴുന്നും ഉലുവായും കൂടെ അരച്ച് വെക്കുന്നതാണല്ലോ ദോശമാവ്. അത് തന്നെ. അതിലേക്ക് 1/2 കപ്പ് റവ. ഇത് വറുത്ത റവയാണ്. വറുക്കാത്ത റവയാണെങ്കിൽ ഒന്ന് വറുത്തെടുക്കണം. അതിലേക്ക് 1 കപ്പ് ശർക്കര. ഇത് അധികം അങ്ങനെ അഴുക്കില്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞാൻ ചീകി എടുത്തതാണ്. ഇല്ലെങ്കിൽ അത് ഉരുക്കി വെള്ളം കുറച്ച് ഉരുക്കി അരിച്ചെടുക്കണം. 1 കപ്പ് തേങ്ങ. ഇത് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഉപ്പ് ചേർക്കാത്ത ദോശമാവായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർക്കുവാണ്. ഉപ്പ് ചേർത്തതാണെങ്കിൽ ഇത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ ശർക്കര ചീകിയതായതുകൊണ്ട് അതൊന്ന് നന്നായിട്ട് ഉടഞ്ഞ് അലുത്ത് വരണം. ദോശമാവ് എടുക്കുമ്പോൾ അധികം ലൂസായതാകരുത്. അതുപോലെ അധികം പുളി ഇല്ലാത്തതും വേണം. നമ്മൾ തലേ ദിവസമൊക്കെ അരച്ച് വെച്ച് ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് അതിൻ്റെ ബാക്കി ഇരിക്കുമ്പോഴത്തേക്ക് അതിനധികം പുളിക്കല്ലോ. അങ്ങനെ പുളിക്കാത്ത ദോശമാവായിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു 5 ഏലക്ക, 5 ഏലക്കായുടെ കുരു മാത്രം ചതച്ചെടുത്തത്. അതുപോലെ അതിലേക്ക് 2 നുള്ള് സോഡാപ്പൊടി. ഈസ്റ്റൊന്നും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് സോഡാപ്പൊടി ചേർത്തത്. സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം, പക്ഷേ ഈ അപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിന് ശർക്കരയുടെ രുചി തന്നെയാണ് നല്ലത്. പഞ്ചസാര ചേർത്താൽ വെളുത്ത കളറിലായിരിക്കും. ഇതിപ്പോൾ റവ ചേർത്തത് കൊണ്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് ചേർക്കാൻ കുറച്ച് നട്ട്സൊക്കെ ചേർക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് നെയ്യിൽ മൂപ്പിച്ചെടുക്കണം. അതിന് പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ നട്ട്സ്, അതൊന്ന് ഞുറുക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ 3 ടേബിൾ സ്പൂൺ കിസ്മിസ്, ഒരു 8 ബദാം. ഇനി ഇതൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുറച്ച് തേങ്ങ ഒന്ന് നമ്മൾ ചെറുതാക്കി ഇതുപോലെ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. നെയ്യ് ചൂടായി അതിലേക്ക് നട്ട്സ് ചേർക്കാം. ഇതിനൊപ്പം തന്നെ ബദാമും ചേർക്കാം. ഒത്തിരി നെയ്യ് ഇതിനാവശ്യമില്ല, അതുകൊണ്ടാണ് നെയ്യ് കുറച്ചെടുത്തത്. നന്നായിട്ടൊന്ന് ഈ പച്ചപ്പ് മാറി ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഇത് നമ്മളിപ്പോൾ പായസത്തിനൊക്കെ എടുക്കുന്ന പോലെ അത്രയൊന്നും മൂക്കണ്ട. കിസ്മിസ് ചേർക്കാം. അതും ഞുറുക്കി വെച്ചിരിക്കുന്നതാണ്. നട്ട്സ് എല്ലാം മൂത്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇത് 10 മിനിറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഇത് കണ്ട് ഒത്തിരി ലൂസും അല്ല, ഒത്തിരി മുറുകിപ്പോയിട്ടുമില്ല. ഇപ്പം റവയൊക്കെ ചേർത്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിരുന്നതാണ്. റവ വെള്ളം കുടിക്കുമല്ലോ. അപ്പോഴത്തേക്ക് ഒത്തിരി ടൈറ്റായിട്ട് വരുവാണെങ്കിൽ അല്പം വെള്ളമോ തേങ്ങാപ്പാലോ എന്തെങ്കിലും ചേർത്ത് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. എന്നാൽ ഒത്തിരി ലൂസായി പോകരുത്. ഇപ്പം എനിക്ക് കുഴപ്പമില്ല, പാകത്തിനുള്ള ലൂസേ ഉള്ളൂ. ഇതുണ്ടോ? ഇതിൻ്റെ ഉപ്പും മധുരവും എല്ലാം ഒന്ന് നോക്കണം. മധുരം കുറവുണ്ടെങ്കിൽ മധുരം ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും ബദാമും ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം.
ബാക്കി നട്ട്സൊക്കെ നമ്മളൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട്, അതായത് മേളിൽ ഇട്ട് കൊടുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാനൊരു കേക്ക് ടിന്നിലാണ് ഇതൊന്ന് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിന് ആ കേക്ക് ടിന്നിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കേക്ക് ടിന്ന് തന്നെ വേണമെന്നില്ല, സ്റ്റീൽ പാത്രമോ നമ്മുടെ കയ്യിലുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്കിങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കാൻ ഉപയോഗിക്കാം. ഈ സമയത്ത് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. ഇനി നട്ട്സ് നമ്മൾ മാറ്റി വെച്ചതുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റീമറിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ തട്ട് വെക്കാം. അതിൽ തന്നെ ഞാൻ അപ്പത്തിൻ്റെ പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ വെള്ളം വീഴാതിരിക്കാൻ ഇത് നമുക്ക് എന്തെങ്കിലും കൊണ്ടൊന്ന് മൂടി വെക്കാം. ഇനി ഇത് ഇങ്ങനെ മൂടി വെക്കാം. നന്നായിട്ട് തിളച്ച് കയറി ആവി വന്നു കഴിയുമ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇടാം. ഇപ്പോൾ ഒരു 35 മിനിറ്റായി. നമുക്കിതൊന്ന് നോക്കാം. ഞാനൊരു 25 മിനിറ്റ് ആയപ്പോൾ ഒന്ന് നോക്കിയതാണ്. അന്നേരത്തേക്ക് ഒരു അല്പം കൂടെ വേവുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 10 മിനിറ്റും കൂടെ ഒന്ന് വെച്ച് കൊടുത്തതാണ്. അപ്പം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. വട്ടയപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഇപ്പം ഇങ്ങനെ വിട്ടിരിക്കുവാണ്. നമുക്കിനി ഇതൊന്ന് മുറിച്ച് നോക്കാം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായ ദോശമാവ് വട്ടയപ്പം. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വട്ടയപ്പമാണിത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.